ഇസ്രായേലിൻ്റെ ചാരശൃംഖല തകർന്നു. അതീവ രഹസ്യങ്ങളെല്ലാം ചോർന്നു പോയി എന്നുള്ളതും ഇറാന്റെ കൈവശം അത് ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. IDF സംഘത്തിൽപ്പെട്ട ഇറാൻ ചാരനെയാണ് പിടികൂടിയത്. ആ പിടികൂടിയതിനോടനുബന്ധിച്ച് അയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവത്തെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഇറാന് നൽകിയിരിക്കുന്നു. വലിയ സാമ്പത്തികം വാങ്ങിയതിന് ശേഷമാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുന്നു. ഇതോടുകൂടി ഇസ്രായേലിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന മേഖലയെല്ലാം അതിൻ്റെ രഹസ്യങ്ങളെല്ലാം ഇറാൻ്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നോ എന്നൊരു ഭയമാണ് ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിലൊന്നും ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ യമൻ ആക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അവർ ആക്രമിക്കുന്നത് എന്നതിനാൽ തങ്ങളുടെ അതീവമായിരിക്കുന്ന രഹസ്യ മേഖലയുടെ എല്ലാവിധ രഹസ്യങ്ങളും അവിടെ കൈവശത്തിലുണ്ട് എന്നിപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ വളരെ തന്ത്രപരമായിരിക്കും ചില നീക്കുപോക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് മൊസാദിന് പോലും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മൊസാദിൻ്റെ ആസ്ഥാനം പോലും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കാനും തകർക്കാനും വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത്. വളരെ കുറച്ച് ദിവസങ്ങളിൽ യുദ്ധം നടന്നതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളിലൊക്കെ അത് പറയാതിരുന്നിരുന്നു. പക്ഷേ ലോകത്തിനത് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ